മതമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ സജീവ ചർച്ചാ വിഷയമാകുമ്പോൾ മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറം കോട്ടയം പുളിനാക്കൽ പള്ളിയിൽ നടന്ന സമൂഹ വിവാഹം ശ്രദ്ധേയമായി. ജാതിമതഭേദമന്യേ 20 വധൂവരന്മാരാണ് പുളിനാക്കൽ ഇടവകയുടെ നേതൃത്വത്തിൽ വിവാഹിതരായത്. ഇടവകാംഗങ്ങൾ സ്വന്തം നിലയിൽ പണവും സ്വർണവും സ്വരൂപിച്ചാണ് വിവാഹങ്ങൾ നടത്തിയത്. ക്രിസ്തുമത ആചാരപ്രകാരം 14 വധൂവരന്മാരും ഹിന്ദു ആചാരപ്രകാരം 6 പേരുമാണ് പുളിനാക്കൽ പള്ളി ഇടവകയുടെ നേതൃത്വത്തിൽ വിവാഹിതരായത്. ക്രൈസ്തവ വിശ്വാസികളുടെ വിവാഹം പള്ളിയിലും ഹിന്ദുക്കളുടെ വിവാഹം സമീപത്തെ ക്ഷേത്രത്തിലും നടന്നു. ഇടവക മുന്നിട്ടിറങ്ങിയപ്പോൾ പണവും കയ്യിലുള്ള സ്വർണ്ണത്തരികളും നൽകി ഇടവകാംഗങ്ങൾ വിവാഹത്തോട് പൂർണ്ണമായി സഹകരിച്ചു. ഇതിനുള്ള പണം കണ്ടെത്താമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ പലപ്പോഴും കിട്ടിയില്ല. പിന്നീടും പ്രാർത്ഥനയോട് തന്നെ ഒരു ആശയം കിട്ടി. വീടുകളിൽ കൊച്ചു സ്വർണ്ണങ്ങൾ, തരിതരിയായിട്ടുള്ള സ്വർണ്ണ തരികൾ, കഷ്ണങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം കിട്ടി. അപ്പോൾ അത് പ്രാർത്ഥനയുടെ സമയത്ത്, ശനിയാഴ്ച ഇവിടെ കൂട്ടായ്മയുണ്ട്, ആ പ്രാർത്ഥനയുടെ സമയത്ത് ജനങ്ങളോട്, നാനാജാതി ജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, അവരോട് ഇത് പറയുകയുണ്ടായി. പല ദിവസങ്ങളിലായി അവരുടെ താലിയുടെ കഷ്ണങ്ങൾ, മാലയുടെ കൊളുത്തുകൾ, അങ്ങനെയുള്ള കഷ്ണങ്ങൾ തരിതരിയായി കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 60ഓളം പവൻ സ്വർണം അവർ കൊണ്ടുവന്നു. ഓരോ വധുവിനും 5 പവനും 1 ലക്ഷം രൂപയും വിവാഹ സമ്മാനമായി നൽകി. ചടങ്ങുകൾക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. വിവാഹ സഹായ ധനസമാഹരണത്തിനായി ഭാഗ്യക്കുറി തുടങ്ങണമെന്നാവശ്യപ്പെട്ട് 10 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം സർക്കാരിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. റിപ്പോർട്ടർ, കോട്ടയം.